പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ ആരാധന കൂടുവാൻ ഈ പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം കൃപ ചെയ്തല്ലോ. ഈ രാത്രിയിൽ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ദൈവവചനം എത്തിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഈ രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ കാലുകല്ലിൽ തട്ടാതെ കാലിലെ വീഴ്ചയിൽ നിന്ന്, കണ്ണിലെ കണ്ണുനീരിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവ്. ഹല്ലേലൂയ. ഈ രാത്രിയിലും ആ മകനീയ സാന്നിധ്യവുമായി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. രാത്രി ആമേൻ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ഗാനം നിശബ്ദതയിൽ കരഞ്ഞ ആത്മാക്കളുടെ സാക്ഷ്യമാണ്. മിണ്ടാതിരുന്ന ആമേൻ അതേ ആകാശം മറുപടി നൽകുന്ന നിമിഷത്തിന്റെ പ്രതീക്ഷയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ. Thank you, Lord Jesus. Glory to Lord Jesus. Hallelujah.
സ്നേഹവാനും പരിശുദ്ധനും നിത്യന്റെ നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്തൃപാദത്തിലേക്ക് നിങ്ങൾ സ്വർഗഭവനത്തിൽ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠമാകിയ അപ്പത്തെ പാദപീഠത്തിലേക്ക് ഈ രാത്രി ഞങ്ങൾ അടുത്തു വരും. ദാദാ, അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കുന്നത് പുരുഷാരത്തിൽ കണ്ട് മനസ്സിലേക്ക് കർത്താവിൽ ഇന്ന് രാത്രി ഭാരത്തോടെ വേദനയോടെ ആവശ്യഭാരത്തോടായിരിക്കുന്ന എല്ലാവരുടെ പേരും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ചലിക്കുവാൻ ഇടയാകട്ടെ. പാപികൾ മനത്തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങൾ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ അടിയെ ശ്രദ്ധിക്കും. ജനത്തെ അവിടുത്തെ ഒതുക്കും. എല്ലാ മതവും മാനവും പുകച്ചു അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് വരിക്കുന്നവർ ആദ്യം അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ ക്രിസ്തുവിനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ വ്യക്തമായി കൃത്യമായി ഇന്ന് രാത്രി നമ്മോട് ഇടപെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു ചോദ്യവുമായി ലവിലെത്തിയിരിക്കുന്നു. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച ആമേൻ ഹല്ലേലൂയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷയോടെ ആയിരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെ മറുപടി ലഭിച്ചില്ല. നിങ്ങൾ കരഞ്ഞു, പക്ഷേ ആകാശം മിണ്ടിയില്ല. എന്നാൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ആകാശം എന്ന് പറയുമ്പോൾ സ്വർഗം മറുപടി തന്നില്ല. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചു, പക്ഷേ ആമേൻ വാതിൽ തുറന്നില്ല. അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം ആമേൻ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ കൊത്തവണ്ണം, നിങ്ങളുടെ വിശ്വാസങ്ങൾ കൊത്തവണ്ണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊത്തവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനം 13-ന്റെ 1-ാം വാക്യമാണ് വായിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. വായിക്കാം. സങ്കീർത്തനം 13-ന്റെ 1. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആമേൻ ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. കർത്താവേ, നീ എത്ര കാലം എന്നെ മറന്നുകൊണ്ടിരിക്കും? ഹല്ലേലൂയ. നീ എത്ര കാലം എന്നെ മറയ്ക്കും? ആമേൻ. ഇതൊരു ദുർബലന്റെ ചോദ്യമല്ല. ആമേൻ. ഇതൊരു വിശ്വാസിയുടെ നിലവിളിയാണ്. ആമേൻ. ഇന്ന് ആത്മാവ് പറയുന്നത് ഇതാണ്. ദൈവത്തിന്റെ നിശബ്ദത അവന്റെ അഭാവമല്ല. അവൻ മിണ്ടാതിരിക്കുമ്പോൾ അവന്റെ പ്രവർത്തനം ഹല്ലേലൂയ നിർത്തിയിട്ടില്ല. ആമേൻ. ഇന്ന് ഈ ലൈവിൽ ആമേൻ നിശബ്ദതയിൽ കുടുങ്ങിയ ആത്മാക്കൾക്ക് ആമേൻ വെളിച്ചം പകരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. വെളിച്ചം ഉദിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നീ അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്ത് ആമേൻ ദൈവം ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ നിന്റെ വീട്ടിനകത്ത്, നിന്റെ റൂമിനകത്ത്, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ശുശ്രൂഷ ഇടങ്ങളിൽ ഹല്ലേലൂയ ആമേൻ എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതിയ വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നു, ഞാൻ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഹൃദയം തുറക്കും. ആമേൻ. ഇന്ന് വചനത്തിലേക്ക് ആമേൻ പ്രാർത്ഥനയോടെ കടന്നു വരിക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത നിശബ്ദത, ആമേൻ
കരഞ്ഞിട്ടും ആമേൻ ആശ്വാസം കാണാത്ത നിശബ്ദത, വർഷങ്ങളായി കാത്തിരിക്കുന്ന ആ വാഗ്ദാനത്തിന്റെ നിശബ്ദത. ആമേൻ ചിലർ ആമേൻ ഇവിടെ ഇരിക്കുന്നു, അവരുടെ ഏറ്റവും വലിയ പോരാട്ടം പാപമല്ല, ദൈവത്തിന്റെ മൗനമാണ്. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി കാണാതെ ഭാരത്തോടെ ആയിരിക്കുന്ന ചില ഹൃദയങ്ങൾ, നൊമ്പരത്തോടെ ആയിരിക്കുന്ന ചില ഹൃദയങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവരുടെ ഏറ്റവും വലിയ പോരാട്ടം പാപമല്ല, പിന്നെന്താ? ദൈവത്തിന്റെ മൗനമാണ്. ഹല്ലേലൂയ. കർത്താവേ, നീ എവിടെയാ? സ്തോത്രം. അതുകൊണ്ടാ സങ്കീർത്തനം 13:1 വായിച്ചത്, കർത്താവേ, നീ എത്ര കാലം എന്നെ മറക്കും? ആമേൻ. ഇത് ആ ഭക്തനായ ദാവീദിന്റെ നിലവിളിയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദവുമാണ്. ഹല്ലേലൂയ. ഇന്ന് ആത്മാവ് പറയുന്നത് ഇതാണ്, ദൈവത്തിന്റെ നിശബ്ദത അവന്റെ അഭാവമല്ല, അതൊരു പ്രക്രിയയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിശബ്ദത വിശ്വാസത്തെ എത്തിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. ആമേൻ. നമുക്ക് സത്യമായി പറയാം, ദൈവം ഉടൻ മറുപടി നൽകിയാൽ നാം വിശ്വാസത്തിൽ എന്ത് ചെയ്യില്ല? വളരുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കുഞ്ഞിനെ ഉടനെല്ലാം കൊടുത്താൽ അവൻ വളരില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവന് കൊടുക്കേണ്ടത് സമയാസമയങ്ങളിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. ഹല്ലേലൂയ. ഓ, മകൻ വേഗത്തിൽ വളരട്ടെ, മകള് വേഗത്തിൽ വളരട്ടെ എന്ന് വെച്ച് വാരിക്കോരി ഒരപ്പനും ഒരു മക്കൾക്കും കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്താൽ മക്കള് വളരില്ലെന്ന്. ഹല്ലേലൂയ. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം? കൊടുത്ത് വളർത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങളിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. യോബിന്റെ പുസ്തകം ആമേൻ 23-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല. പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കുകയും നോക്കിയിട്ട് അവനെ കാണുന്നില്ല. തെക്കോട്ട് അവൻ തിരിയുന്നു. അവനെ കാണുന്നില്ല താനും. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോയാൽ അവനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ആമേൻ. എന്നാൽ ഞാൻ പോകുന്ന വഴി അവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തനായ ഇയ്യോബിന്റെ അനുഭവമാണ്. ഇയ്യോബ് പറയുകയാണ്, ഞാൻ അവനെ മുന്നോട്ട് പോയി നോക്കി, അവനെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പോകുന്ന വഴി അവൻ അറിയുന്നു. ഹല്ലേലൂയ. യോബിന് ദൈവത്തെ കാണാനായില്ല, പക്ഷേ ദൈവം യോബിനെ കണ്ടിരുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ കേൾക്കുന്നില്ലെങ്കിലും ദൈവം ആമേൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിശബ്ദത ആമേൻ നിന്റെ വിശ്വാസം തീയിൽ ചുട്ട് ശുദ്ധീകരിക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിശബ്ദതയിൽ ആമേൻ ദൈവം മറഞ്ഞു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ നാമം ആമേൻ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഓരോ സംഭവവും അവന്റെ സംവിധാനമാണ്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ഇടപാടാണ്. ആമേൻ. രാജാവ് ഉറങ്ങാത്ത രാത്രി. ആമേൻ. അതെ, പുസ്തകം തുറന്ന സമയം. ആമേൻ. സംയോജിതമായ പ്രവേശനം. ആമേൻ. ദൈവം മിണ്ടാതിരുന്നാലും അവൻ എല്ലാം നന്നായി ക്രമീകരിക്കുന്നവനാണ്. അവൻ നന്നായി എല്ലാം ഒരുക്കുന്നവനാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. നീ കാണാത്തിടത്ത് അവൻ പ്രവർത്തിക്കുന്നു. അവൻ നീ മനസ്സിലാക്കാത്തിടത്ത് അവൻ രൂപപ്പെടുത്തുന്നു.
ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ആമേൻ. നിശബ്ദത നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ സംസാരിക്കാതിരിക്കും, കാരണം നമ്മൾ കേൾക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ദൈവം ആമേൻ അതെ സംസാരിക്കാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? അവൻ സംസാരിച്ചാൽ നമ്മൾ കേൾക്കാൻ എന്ത് ചെയ്യുന്നില്ല? തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവ സഭയെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. വായിച്ചാൽ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്തുകൊള്ളുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്നും നീക്കുകയും ചെയ്യും. മതി. നിന്റെ ആദ്യ സ്നേഹം വിട്ടു പോയി എന്നൊരു കുറവ് ആമേൻ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആമേൻ അവിടെ ആമേൻ പരിഹരിക്കുവാൻ വേണ്ടി എന്താ ചെയ്യാൻ പറയുന്നത്? മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഇവിടെ ഒരു ചോദ്യം, നീ ദൈവത്തിന്റെ ശബ്ദം തേടുന്നുവോ അല്ലെങ്കിൽ അവന്റെ കയ്യിലെ അനുഗ്രഹമാണോ നീ തേടുന്നത്? ഹല്ലേലൂയ. ആമേൻ. നിശബ്ദത നമ്മുടെ ഉദ്ദേശം പരിശോധിക്കുന്ന കാലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ നിശബ്ദതയിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിശബ്ദതയിൽ ആമേൻ അത് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. ദൈവം ആമേൻ മിണ്ടാതിരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ആമേൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ വായിക്കുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 18-ാം അധ്യായം ആമേൻ അതിന്റെ 1-ാം വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കിക്കേ, പ്രാർത്ഥിക്കുകയും ആമേൻ മടങ്ങാതിരിക്കുകയും ചെയ്യേണ്ടതിന് ഹല്ലേലൂയ അതെ അവനൊരു ഉപമ പറയുകയാണ്. ഹല്ലേലൂയ. മറുപടി വൈകിയാലും വിളി നിർത്തരുത്. ആമേൻ. മറുപടി വൈകിയാലും പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. വചനത്തിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 119 ആമേൻ 105-ാം വാക്യം. ആമേൻ. നിന്റെ വചനം എന്റെ കാലിന് ദീപമാകുന്നുവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കാണാതെ വരുമ്പോൾ നീ പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുവാൻ വൈകിയാലും നീ പ്രാർത്ഥനയിൽ മടുക്കരുത്, നീ പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. വചനത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം 119-ാം സങ്കീർത്തനം അതിന്റെ 105-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നേ. വായിച്ചേ. 119-ന്റെ 105. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. നിന്റെ വചനം എന്റെ കാലിന് എന്താണ്? വിളക്ക.
ഹല്ലേലൂയ. നിശബ്ദതയിൽ വചനം തന്നെയാണ് നമുക്ക് ദിശയായി മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കാത്തിരിക്കുവാൻ പഠിക്കണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ ആമേൻ അവിടെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. വായിച്ചാൽ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നോക്കണേ, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. കാത്തിരിപ്പ് ദുർബലതയല്ല. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഇന്ന് രാത്രി ആമേൻ ചിലരോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വെളിപ്പെടുത്തുന്ന ഒരു കാലമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിന്റെ നിശബ്ദത നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ക്രൂശിന്റെ നിശബ്ദത ശ്രദ്ധിക്കുക. ക്രൂശിൽ യേശു ആമേൻ വിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ഹല്ലേലൂയ. ആമേൻ. ആ നിശബ്ദത ആമേൻ നമ്മുടെ രക്ഷയുടെ വിലയായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ശനിയാഴ്ച പൂർണ്ണ നിശബ്ദത. ഹല്ലേലൂയ. ആമേൻ. ശനിയാഴ്ച പൂർണ്ണ നിശബ്ദതയായിരുന്നു. ആമേൻ. വെള്ളിയാഴ്ച ആമേൻ അതേ 3-ാം മണി നേരം ആകുന്നതിന് മുമ്പ് യേശു ശബ്ദമുയർത്തി ഹല്ലേലൂയ നിലവിളിച്ചു. ഹല്ലേലൂയ. ആ നിലവിളി നിലച്ചു. ഹല്ലേലൂയ. ആമേൻ. ശനിയാഴ്ച പൂർണ്ണ നിശബ്ദതയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞായറാഴ്ച ആമേൻ തന്നെ അടക്കം ചെയ്ത കല്ലറ ശൂന്യമായി. ഹല്ലേലൂയ. നിശബ്ദത പുനരുദ്ധാനത്തിന്റെ മുമ്പ് വരുന്ന ഇടവേളയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ഉയർപ്പ് ആമേൻ, ഒരു ദൈവ മഹത്വം ആമേൻ വെളിപ്പെടുന്നതിന്റെ ഇടയിൽ ആമേൻ നിലവിളിയുടെയും പുനരുദ്ധാനത്തിന്റെയും ഇടയിലുള്ള നിശബ്ദത. ഹല്ലേലൂയ. അതൊരു വലിയ ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായിരുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, മൗനമുണ്ടല്ലോ, അതൊരു വലിയ ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ. ആമേൻ. നിന്റെ തലമുറയെ കുറിച്ച് നീ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ. മറുപടിയില്ല. ദൈവം മൗനമായിരിക്കുന്നു, ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ആമേൻ. ആ ഗതസമനയിൽ നിലവിളിച്ച പുത്രൻ തമ്പുരാൻ ശനിയാഴ്ച നിശബ്ദതയിലായിരുന്നു. എന്നാൽ ശനിയാഴ്ചക്കപ്പുറം ഒരു ഞായറാഴ്ച, ഒരു ഉയർപ്പിന്റെ ഞായർ ഇന്നത്തെ പോലെ ആമേൻ ഇന്ന് പകൽ ആമേൻ ഉയർപ്പിന്റെ പകൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവകൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. ഇന്ന് ചിലർ നിശബ്ദതയിൽ കഴിയുന്നു. നിന്റെ വിവാഹം നിശബ്ദതയില്ല. നിന്റെ തലമുറയുടെ വിവാഹം നിശബ്ദതയില്ല. അമ്മേ, നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ തലമുറയുടെ വിവാഹം നടന്നു കാണുന്നില്ല. അമ്മേൻ. അതെ, ആഗ്രഹിച്ചതുപോലെ ഒരാലോചന വരുന്നില്ല. ഓ, ദൈവം മൗനം പാലിച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. അമ്മേൻ. അതേ, ലാസറിന്റെ വിഷയത്തിൽ ദൈവം നിശബ്ദനായിരുന്നു. പക്ഷേ അവൻ ഇടപെട്ടപ്പോൾ അതൊരു വലിയ ദൈവ മഹത്വമായിരുന്നു. ഹല്ലേലൂയ. അമേൻ. അതേ, അമേൻ. അതേ, നിന്റെ ആമേൻ ആരോഗ്യം. ഹല്ലേലൂയ. അതേ, നിശബ്ദതയിൽ ആമേൻ. നിന്റെ ജീവിതത്തിൽ ആരോഗ്യപരമായി ചില വിഷയങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചിട്ടും അതിനൊരു മാറ്റം കാണുന്നില്ല, അതിനൊരു മറുപടി കാണുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ആ നിശബ്ദതയിൽ ഹല്ലേലൂയ ആമേൻ, നിന്റെ ശുശ്രൂഷ നിശബ്ദതയിൽ ഹല്ലേലൂയ ആത്മാവ് പറയുന്നത് ഇതാണ്: ഈ നിശബ്ദത അവസാനമല്ല, ഇതൊരു ഒരുക്കമാണ്. ഈ മൗനം നിഷേധമല്ല, ഇതൊരു നിർമ്മാണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മനം തിരിഞ്ഞു വരുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ അതേ മാനസാന്തരത്തിലേക്ക് ആമേൻ ചിലപ്പം ദൈവം ആമേൻ മിണ്ടാതിരിക്കും. കാരണം അവൻ ദൂരെയായി ആമേൻ ഇന്ന് തിരിഞ്ഞു വരാനുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധമാകണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ ദൈവ ശബ്ദം നാളുകളായി കേൾക്കാതായി ആമേൻ ഇന്ന് രാത്രി ആമേൻ ദൈവ ശബ്ദത്തിന്റെ ആമേൻ ആ ഇമ്പം ആമേൻ ആ ഇമ്പമായ ശബ്ദം കേൾക്കുവാൻ ഹൃദയം എന്ത് ചെയ്യണം? ശുദ്ധമാകണം.
ജീവിതത്തിന്റെ പ്രത്യാശ ദൈവം ആമേൻ നിശബ്ദമായിരിക്കാം, പക്ഷേ അവൻ വിശ്വസ്തനാണ്. കാരണം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. വായിച്ചാൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ആമേൻ. ഇവിടെ നിശബ്ദത ഉണ്ടെങ്കിലും ആമേൻ ആ നിത്യതയിൽ മഹത്വം എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സഭയെ, നിശബ്ദത നിന്റെ ശത്രുവല്ല. ആമേൻ. നിശബ്ദത നിന്റെ രൂപീകരണ കാലമാണ്. ഹല്ലേലൂയ. ക്രൂശിലെ നിശബ്ദത ആ ശവകുടീരത്തിലെ ജയമായി മാറി. ആമേൻ. നീ ഇപ്പോൾ ഹല്ലേലൂയ ശനിയാഴ്ചയിലായിരിക്കാം. ആമേൻ. പക്ഷേ ഞായറാഴ്ച വരുന്നു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ആമേൻ മണ്ണിൽ അവസാനിച്ചിട്ടില്ല. നിന്റെ കണ്ണീർ പാഴായിട്ടില്ല. നിന്റെ കാത്തിരിപ്പ് ആമേൻ വില കുറഞ്ഞതല്ല. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 ആമേൻ നാം വായിച്ചത് എങ്ങനെയാണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കും. ആമേൻ. ആത്മാവ് പ്രഖ്യാപിക്കുന്നു, നിന്റെ നിശബ്ദത സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. നിന്റെ കാത്തിരിപ്പ് ജയഗാനമായി മാറും. ആമേൻ. നീ തകർന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം പ്രദർശിപ്പിക്കും. ആമേൻ. ഇന്ന് നീ തീരുമാനിക്കണം, ആമേൻ, നിശബ്ദതയിൽ വിട്ടുകളയുമോ അല്ലെങ്കിൽ കൂടുതൽ അടുക്കുമോ? ആമേൻ. ദൈവം മൗനം പാലിക്കുമ്പോൾ, ദൈവം നിശബ്ദമായിരിക്കുമ്പോൾ നീ പിറുപിറുത്ത് പിന്മാറി പോകുമോ? നീ പ്രാർത്ഥന നിർത്തുമോ? നീ കൂട്ടായ്മ നിർത്തുമോ? ഹല്ലേലൂയ. അതോ ആമേൻ ഹല്ലേലൂയ നീ തീരുമാനിക്കുമോ? കൂടുതൽ ഞാൻ പ്രാർത്ഥനയിൽ മുന്നേറും, ഞാൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെടും, ഞാൻ ആരാധനയിൽ ആമേൻ കൂടുതലായി ദൈവവുമായിട്ട് അടുക്കും. അല്ലെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നിശബ്ദതയിൽ ആമേൻ നിന്ന് പുനരുത്ഥാനം ഉയരും. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നിശബ്ദതയിൽ ഹല്ലേലൂയ. ആമേൻ. അതേ ആ ഗതസമനയ്ക്കും ആമേൻ അതേ ആ ഉയർപ്പിനും ഇടയിൽ ശനിയാഴ്ച പൂർണ്ണമായ ഒരു നിശബ്ദതയായിരുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, ആമേൻ, നീ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു ദൈവത്തിന്റെ ആമേൻ മഹത്വം വെളിപ്പെടുന്നതിന് മുമ്പ് ആമേൻ വിഷയത്തിന്റെ അകത്ത് ദൈവം മൗനം പാലിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേൻ, നീ പ്രാർത്ഥന നിർത്തരുത്. ഒരു വലിയ മഹത്വം വെളിപ്പെടുവാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ പ്രഖ്യാപിക്കുക, ദൈവമേ നീ മിണ്ടാതിരുന്നാലും ഞാൻ നിന്നെ വിശ്വസിക്കും. ഇന്ന് രാത്രി എത്ര പേർ ഒന്ന് പ്രഖ്യാപിച്ച് പറയും, ദൈവമേ നീ മിണ്ടാതിരുന്നാലും ഞാൻ നിന്നെ വിശ്വസിക്കും? ആമേൻ പറയാമോ? ഹല്ലേലൂയ. എബ്രായ ബാലന്മാരെ തീച്ചുളയ്ക്കകത്തേക്ക് നയിക്കും. തീയുടെ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിക്കുമ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തീച്ചുളയ്ക്കകത്ത് നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. ദൈവമേ നീ മിണ്ടാതിരുന്നാലും ഞാൻ നിന്നെ വിശ്വസിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷിപ്പാനടിയെ ശക്തീകരിച്ചതിനായി നന്ദി. ഇന്ന് രാത്രി ചിലരെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. കർത്താവേ,
നിശബ്ദതയിൽ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. നിശബ്ദതയിൽ അങ്ങയെ കാണുവാൻ പഠിപ്പിക്കണമേ. കാത്തിരിക്കാൻ ക്ഷമ തരണമേ. വിശ്വസിക്കുവാൻ ശക്തി തരണമേ. അവിടുത്തെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ മടങ്ങി വരുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ പുതുക്കണമേ. ഞങ്ങളുടെ നിശബ്ദത സാക്ഷ്യമായി മാറട്ടെ. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയുടെ മുമ്പിൽ മഹത്വമായവന്റെ ശബ്ദം കേട്ടപ്പോൾ ആമേൻ ലാസർ ആമേൻ പുറത്തു വന്നതുപോലെ ഇന്ന് രാത്രി പ്രതീക്ഷയോടെ അതേ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. മാസങ്ങളായി തലമുറയെ കുറിച്ച് ഓർത്ത് കരയുന്ന ചില മാതാക്കൾ, ചില പിതാക്കൾ, ചില സഹോദരങ്ങൾ, കർത്താവേ, ആ തലമുറയുടെ രൂപാന്തരണത്തിനു വേണ്ടി, ആ തലമുറയുടെ മനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ആ പ്രാർത്ഥനാ ജീവിതങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ദൈവം മൗനമായിരിക്കുന്നു എന്ന് തോന്നിയാൽ ഒരു വലിയ മഹത്വം ആ തലമുറയിലൂടെ കാണുവാൻ ആ കണ്ണുകൾക്ക് ഭാഗ്യമൊരുക്കണമേ. ഹല്ലേലൂയ. ആ ഭാവിക്ക് വേണ്ടി, മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി, ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ആമേൻ ആ ജോലിയിൽ ഒരു പ്രമോഷന് വേണ്ടി, കർത്താവേ ആ ശുശ്രൂഷയിൽ ആമേൻ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളായി മറുപടി കാണാതെ ആയിരുന്നിട്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പിന്റെ സുദിനം കാണുവാൻ സ്വർഗം ഇടയാക്കുന്ന ദൈവ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജീവിതങ്ങളിലുമേ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവെ, പ്രതീക്ഷിച്ചതുപോലെ തലമുറയുടെ ഭാവി ശുഭകരമായി കാണുവാൻ കഴിയാതെ പ്രാർത്ഥിച്ചിട്ടും ഒരു ചലനവും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ആമേൻ എല്ലാം അവസാനിപ്പിച്ചേക്കാമെന്ന് പല ആവർത്തി ആമേൻ ഹൃദയത്തിനകത്ത് ചിന്തകൾ വന്നിട്ട് ഹല്ലേലൂയ അതിനെ ആമേൻ അതിജീവിച്ചുകൊണ്ട് ഇന്നും പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ചില ജീവിതങ്ങളുടെ ആമേൻ തലമുറയുടെ മേൽ ഒരു മഹത്വം കാണുവാൻ ഇടയാക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റീകാ ബാബാ ശംഭരാധന ചുടബന ഹദുരി ദിഗൽ കമനഗസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ കരം ചലിക്കട്ടെ. കൂമ്പാരങ്ങളെ ജീവിപ്പിക്കുമാറാക്കിയ യഹോവയുടെ ആ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ആ തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ആ മറുപടി കാണാതായിരിക്കുന്ന വിഷയത്തിന്മേൽ ആമേൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ആമേൻ ദാനിയേൽ കിടക്കുകയാ. ആമേൻ. അതെ, ആമേൻ. ഒരു രാത്രി ആമേൻ ഹല്ലേലൂയ നേരം പുലരുവോളം ഹല്ലേലൂയ ആമേൻ ദൈവം മൗനമായിരിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നിയെങ്കിലും ആമേൻ ദൈവത്തിന്റെ ഇടപെടൽ ആമേൻ ആ രാത്രിയിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ആമേൻ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ കർത്താവേ. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച പുനേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോട് കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ.
ഈ ഗാനം ആമേൻ നിശബ്ദതയിൽ കരഞ്ഞ ആമേൻ ആത്മാക്കളുടെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ നിശബ്ദമായ രാത്രികളിൽ നീ മിണ്ടാതെ നിന്നാലും എൻ കരച്ചിലിൻ ശബ്ദം നിനക്കറിയാമല്ലോ. മറുപടി വൈകിയാലും വാഗ്ദാനം മാറുകയില്ല. ഇരുണ്ട ശനിയാഴ്ചയിൽ പ്രതീക്ഷ അണയുകയില്ല. കാത്തിരിപ്പു എന്റെ തീർത്ഥം, വിശ്വാസം എന്റെ ശ്വാസം. മൂടിയ വാതിലുകൾക്കപ്പുറം നിന്റെ ഒരുക്കം തുടരും. കാണാത്ത കൈകളായ ജീവിതം നിരൂപിക്കും. മിണ്ടാതിരുന്ന ദൈവമേ, നീ ദൂരെയായിട്ടില്ലേ. എൻ നിശബ്ദതയുടെ നടുവിൽ നീ അദ്ഭുതം ജനിപ്പിക്കും. അമ്മേ, ഇന്ന് രാത്രി വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അമേൻ നമുക്ക് വിശ്രമിക്കാം. അമേൻ ഒരു ഞായറാഴ്ച, അമേൻ ഒരു ഉയർപ്പ്, അമേൻ ഒരു മഹത്വം പിതാവ് വെളിപ്പെടുത്തിയതുപോലെ അമേൻ ഒരു ശനിയാഴ്ച നിശബ്ദത, പൂർണ്ണ നിശബ്ദത. അമേൻ നിന്റെ ജീവിതത്തിലെ നിശബ്ദത മാറാൻ പോകുകയാണ്. ഒരു വലിയ മഹത്വം വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. അമേൻ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഒരിക്കൽ കൂടെ കൂട്ടായ്മയിൽ ഈ സമയം അമേൻ പങ്കാളികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, വന്ദനം അറിയിക്കുന്നു. See you again.